എനിക്ക് നിങ്ങൾ അറിയുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആണെന്ന് അറിയാം നമുക്ക്. ഈ സിനിമ 2018 ഈ ഇരിക്കുന്നതിൽ ഏറ്റവും വലിയ BJP-കാരനാണ് ഈ ഇരിക്കുന്ന മനുഷ്യനെന്ന് എനിക്ക് നല്ലത് അറിയാം. അപ്പൊ എനിക്ക് ഈ സിനിമയിൽ ആദ്യം 2018 ഈ സിനിമ അഡ്വാൻസ് തരുന്നത് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹം കാണാത്ത എന്താണ് ആ സിനിമയിലുള്ളതെന്ന് എനിക്കറിയില്ല. അല്ല, അങ്ങനെ എനിക്കറിയാവുന്ന ഒരു ഡയറക്ടർ എന്നുള്ളത് എന്റെ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞാണ്. അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതെന്തിനാ അവർ ഷോക്കേസ് നോട്ടീസ് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ എങ്ങനെ അതിനെ പറ്റി ഒരു അതിന്റെ റീസൺ എന്താണ് റിജക്ട് അല്ലെങ്കിൽ റിജക്ട് ചെയ്യാനോ അത് പെൻഡിങ് വെക്കാനുള്ള റീസൺ ഇതുവരെ നമ്മളെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടില്ല. അത് അറിയാത്തിടത്തോളം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്താണെന്ന് പറയാം. അതിപ്പോ നാളെ മറ്റന്നാളോ കോടതിയിൽ നിന്ന് അനുവദിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഷോക്കോസ് കിട്ടിയാൽ നമ്മൾ വീണ്ടും നിങ്ങളായിട്ട് സംവദിക്കാം. അതിനുള്ള ഇപ്പൊ റിവ്യൂ നടന്ന് ഷോക്കോസ് ഇല്ലാതെ തന്നെ റിവ്യൂ നടന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതാണ്. കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല, കിട്ടാതിരിക്കാനുള്ള ഒരു കണ്ടന്റ് അതിനകത്ത് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് റിവ്യൂ കമ്മിറ്റിയുടെ ഇതിൽ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അത് അല്ല, അത് അവരെന്നെ അറേഞ്ച് ചെയ്തതാണ്. അസമയത്ത് അറേഞ്ച് ചെയ്തത് അവര് സമയത്ത് എടുത്താണ്. അല്ലെങ്കിൽ നമ്മൾ അപേക്ഷിക്കണമെന്ന് ഷോക്കോസ് നോട്ടീസ് ആദ്യം തരണം. ഷോക്കോസ് നോട്ടീസ് തരാതെ അവരെന്നെ ഇന്റേണൽ അറേഞ്ച്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് മൂവ് ചെയ്തേ പിന്നെ ഇന്ന് കേസ് മൂവ് ചെയ്തേ പിന്നെ വൈകിട്ടാണ് നമ്മൾ വിളിച്ചറിയിച്ചത്. അല്ല, അത് കേസ് മൂവ് ചെയ്തു അല്ല കേസ് മൂവ് ചെയ്തു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അവരിത് പറഞ്ഞിട്ടുള്ളത്. ചെയ്തു. നാളെ ഇതുണ്ടാവും അതിന്റെ ഭാഗം. നാളെ